ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എൻ്റെ വിഷയം ഇത് വാർ ഓഫ് അർമഗദോൻ, ഇത് ഫൈനൽ ബാറ്റിൽ എന്നാണ് ബൈബിൾ ഇതിനെ രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ചില പരാമർശങ്ങൾ വരാൻ പോകുന്ന ഒരു അന്ത്യകാലത്തെ ഒരു യുദ്ധമാണ് ഇത്, അർമഗദോൻ യുദ്ധം. എന്നാൽ ഈ യുദ്ധം അവസാന യുദ്ധമാണ്, അന്തിമ യുദ്ധമാണ്. ബൈബിൾ രേഖപ്പെടുത്തുന്ന അവസാന യുദ്ധത്തിൻ്റെ പേരാണ് അർമഗദോൻ യുദ്ധം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 16 പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആ യുദ്ധമാണ് അന്ത്യയുദ്ധം, അർമഗദോൻ. ഇത് പലരും ഈ അർമഗദോൻ എന്ന ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ പലരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ ആളുകളുടെ ഇടയിലുണ്ട്. ഈ യുദ്ധം ഏറ്റവും അവസാന യുദ്ധം അല്ല. ചില കൂട്ടർ പറയുന്നു ഗോഗ് മാഗോഗ് യുദ്ധമാണ് അവസാന യുദ്ധം. അപ്പോൾ അതിലേക്കുള്ള പരാമർശങ്ങളോ ആ ഡിസ്പ്യൂട്ടിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് ഞാൻ ഇന്ന് അല്പം നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ബൈബിൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിന് ആധാരമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിക്കും. ഇന്ന് ഇത് ദൈവത്തെയും അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്, ദൈവത്തിന് എപ്പോഴും എഗനസ്റ്റ് ആയിട്ട് എന്തുണ്ട് ഒരു ശക്തിയുണ്ട്. അതാണ് ദുരാത്മാക്കൾ അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയും. തമ്മിലുള്ള അല്ലെങ്കിൽ ദൈവവും ആൻറ്റി ക്രൈസ്റ്റ് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും. അതിനുശേഷം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. ഇതാണ് ദൈവമക്കളായ നാം എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അർമഗദോൻ എന്നത് എന്താണ്? നമുക്ക് ആ വാക്കിനെ കുറിച്ചൊരല്പം ഒരു അറിവ് ലഭിക്കും, നല്ലതല്ലേ? അപ്പോൾ ദാനിയേൽ പ്രവാചന പുസ്തകമായ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതി 11-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ യോവേൽ പ്രവചനം നിങ്ങൾ കാണാൻ കഴിയും 3:9 മുതൽ 17 വരെ വാക്യം, സഖറിയ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ ഈ അർമഗദോൻ എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന് അർമഗദോൻ എന്ന പദത്തിൻ്റെ അർത്ഥം മെഗിദോ മല, ദ മൗണ്ട് ഓഫ് മെഗിദോ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതായത് മെഗിദോ മല, ആർ എന്ന് പറഞ്ഞാൽ അത് മൗണ്ടൻ അല്ലെങ്കിൽ ഹില്ല് എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോൾ ഹാർ മെഗിദോ എന്ന് പറഞ്ഞാൽ അർമഗദോൻ, അത് ആ വാക്കിൻ്റെ അർത്ഥം മൗണ്ട് ഓഫ് മെഗിദോ, മെഗിദോയിലുള്ള ഒരു മല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് യെരൂശലേമിൻ്റെ ഈ സ്ഥലം ഇന്ന് യെരൂശലേമിൻ്റെ ഏകദേശം 60 മൈൽ വടക്കായി അല്ലെങ്കിൽ നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ബാരാക്ക് കനാന്യർക്കെതിരെ യുദ്ധം ചെയ്തത്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം. അതുപോലെ ഗിദെയോൻ മിദ്യാനിയർക്കെതിരെ വിജയിച്ച സ്ഥലം, ഇതൊക്കെ ഈ മെഗിദോ മലയാണ്. മെഗിദോ മല ഈ സെയിം പ്രദേശമാണ് ഇന്ന് അർമഗദോൻ എന്ന് നാം അറിയപ്പെടുന്നത്. ഇപ്പം മനുഷ്യരാശിയുടെ അന്തിമ അല്ലെങ്കിൽ ഭയാനകമായ ഒരു യുദ്ധം ഇതിൽ നടക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 24-ന്റെ 22-ാമത്തെ വാക്യത്തിൽ ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ആ നാളുകൾ ഇന്ന് കർത്താവ് ഉദ്ദേശിച്ച അന്ത്യനാളുകൾ, അതായത് ഈ അർമഗദോൻ യുദ്ധം, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാലം നീണ്ടുപോകുന്ന ഒരു യുദ്ധമൊന്നുമല്ല. ആണോ? ചുരുങ്ങും. അതിന് കാരണം പറയും വൃതന്മാർ നിമിത്തം ആ നാളിൽ എന്ത് ചെയ്യും? ചുരുങ്ങും. അപ്പം ഇതൊരു തീവ്രത, ആ യുദ്ധത്തിൻ്റെ തീവ്രത, ഈ യുദ്ധം അതിവിനാശകരമായ ഒരു യുദ്ധമായിരിക്കും എന്ന് നമുക്ക് ബൈബിൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ യുദ്ധത്തിന് ചില ഘട്ടങ്ങളുണ്ട്, ചില ഫേസസ് ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ചൊന്നുമല്ല നടക്കുന്നത്, പല ഫേസസ് ഉണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അത് വായിച്ച് നിങ്ങൾ അതിന് അങ്ങോട്ടുള്ള തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ പല ഫേസസാണ്. ഇപ്പോൾ ദൂതൻ അല്ലെങ്കിൽ ധൂപകലശമുള്ള ദൂതൻ, കാഹളമൂതുന്ന ദൂതൻ, ഇങ്ങനെ ജഡ്ജ്മെൻറ്റ്സ് പല ഘട്ടങ്ങളായി നടക്കും. അപ്പോൾ ഇതെല്ലാം അർമഗദോൻ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് അർമഗദോൻ യുദ്ധത്തിന് 8 പ്രധാനപ്പെട്ട ഫേസസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫേസ് അല്ലെങ്കിൽ ഘട്ടം 1 എന്ന് നാം പറയുന്നത് അന്തിക്രിസ്തുവിൻ്റെ സഖ്യസേനകൾ അല്ലെങ്കിൽ
യഹൂദന്മാരെ അവസാനമായി നശിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് നാം വിസ്മയിച്ചുകൂടാ. അപ്പം അന്തിക്രിസ്തു അല്ലെങ്കിൽ ഇത് ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് നമുക്കതിന് പല പേരുകളും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മൃഗം എന്ന് പറഞ്ഞ, എന്നും മൃഗം എന്ന് പറയാനുള്ള കാരണമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്ര മൃഗമെന്നാണ് കർത്താവിനെ വിശേഷിപ്പിച്ചത്. ദുഷ്ടനാണ്, പിശാചാണ്, അതുകൊണ്ടാണ്. അപ്പം ഈ സഖ്യസേനകൾ, അപ്പം അന്ത്യക്രിസ്തുവിൻ്റെ സഖ്യസേനകൾ, അപ്പോൾ ഇന്നത്തെ ജീവിക്കുന്ന സഖ്യസേനകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഇന്ന് പ്രത്യേകിച്ച് ഒരു റിവൈവ്ഡ് റോമൻ എംപയർ, അതായത് ഒരു ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു റോമാ സാമ്രാജ്യം എന്തോ തൻ്റെ വിശുദ്ധന്മാരായ യഹൂദന്മാർക്ക് എതിരെ തിരിയും. അതാണ് ആദ്യത്തെ ഘട്ടം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 16:12 മുതൽ 16 വരെ ഉള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അതാണ് ദ ലൈഡ് ആർമീസ് ഓഫ് ദ ആൻറ്റി ക്രൈസ്റ്റ് ഗാദറിംഗ് ഫോർ ദ ഫൈനൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ജൂസ്. അവർ സർവ്വലോകത്തിലെ രാജാക്കന്മാരുടെ അടുക്കൽ ചെന്ന്, ഇങ്ങനെയാണ് നാം വായിക്കുന്നത് 16 വെളിപ്പാട് 14 മുതൽ 16 വരെ. അവർ സർവ്വലോകത്തിലെ രാജാക്കന്മാരുടെ അടുക്കൽ ചെന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിൽ യുദ്ധം ചെയ്യേണ്ടതിന് അവരെ ഒരുമിച്ച് കൂട്ടി. അവരെ ഹീബ്രു ഭാഷയിൽ അർമഗദോൻ എന്ന് പേര് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരുമിച്ച് ചേർത്തുന്നു. അപ്പം ഒരു യുദ്ധത്തിന്, ഒരു അലൈഡ് ആർമീസിന്, അല്ലെങ്കിൽ യഹൂദനെതിരെയുള്ള ഒരു അലൈഡ് ആർമീസിനെ അവൻ ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ ആരാ? കർത്താവായ, അല്ലെങ്കിൽ നസ്രായനായ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ, യഹോവയാം ദൈവം അവരെ ഒരുമിച്ച് ചേർത്തു. അതാണ് ആദ്യത്തെ. ഇപ്പോൾ ഒരു യുദ്ധത്തിന് എന്ത് ചെയ്യുന്നു? ഒരു ആലോചന കൊടുത്ത് അവരെ കൂട്ടിച്ചേർക്കുക. യഹൂദനെതിരെ യുദ്ധം ചെയ്യണം. അപ്പോൾ ആലോചന കൊടുത്തതാരാ? അതും ദൈവം. കൂട്ടി വരുത്തിയതാരാ? അതും ദൈവം. അപ്പോൾ എന്തിനാ? ഇവരുടെ ഫൈനൽ ഡിസ്ട്രക്ഷൻ, അവരെ നശിപ്പിക്കണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഫേസ് 2 അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നടക്കുന്ന എന്താണ്? അന്തിക്രിസ്തു പുനർനിർമ്മിക്കുന്ന ഒരു ബാബേൽ നഗരത്തിൻ്റെ നാശം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ നാം വായിച്ച ഒരു ബാബേലിനെ കുറിച്ചുണ്ട്. ജനം എന്ത് വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം 11-ാം അധ്യായത്തിൽ ജനം ഒന്നിച്ചുകൂടി സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം അവർ പണിതുണ്ടാക്കിയെന്ന, അല്ലേ, ദൈവത്തോളം എത്തുന്ന ഒരു ഗോപുരം. അതിന് ആ ബാബേൽ, ആ പഴയ ബാബേൽ, എന്നാൽ ദൈവം എന്ത് ചെയ്ത് ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കി ലോകം എന്തു പറഞ്ഞു വ്യത്യസ്തമായ, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അവരെ ചേർച്ച് കളഞ്ഞു. അപ്പോൾ ഈ പഴയ മർമ്മം ആ ബാബിലോൺ എന്തു ചെയ്യും? പുതുക്കിപ്പണിയും. ഈ പഴയ ബാബിലോൺ പുതുക്കിപ്പണിയും. അതുകൊണ്ട് ആ റെവലേഷൻ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നത് മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പഴയ ബാബിലോൺ അതെന്ത് ചെയ്യും? വീണ്ടും ഒരു റിവൈവ്ഡ് ബാബിലോണായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വെളിപ്പാട് പുസ്തകം 17-18 പ്രകാരം അവസാന കാലത്ത് അന്തിക്രിസ്തു ഒരു ബാബേൽ, അല്ലെങ്കിൽ ഒരു റിവൈവ്ഡ് ബാബിലോൺ, ഒരു ബാബേൽ നിർമ്മിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? ഒരു ബാബേൽ, അല്ലെങ്കിൽ പുതിയതായി നിർമ്മിക്കുന്ന ഈ ബാബേൽ കേന്ദ്രമാക്കി ലോക വ്യാപകമായ സാമ്പത്തികവും മതപരവുമായ ഒരു ശക്തി കേന്ദ്രം അവൻ സ്ഥാപിച്ചെടുക്കും അവിടെ. എന്ന് പറഞ്ഞാൽ ഈ ബാബേലിൽ, പഴയ ബാബേൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് നമുക്ക് വേണം കരുതാൻ. അത് അവിടെ അവൻ്റെ ലോകത്തിൻ്റെ അവൻ്റെ സെൻറ്റർ, അല്ലെങ്കിൽ അവൻ്റെ ക്യാപിറ്റൽ സിറ്റി അവിടെ ആക്കാൻ സാധ്യതകളുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാഖിലെ മുൻ ഭരണാധികാരി സദാം ഹുസൈൻ താൻ ഭരിച്ച സമയത്ത് ഏകദേശം $1 ബില്യൺ ചെലവഴിച്ച് ഒരു നവീന ബാബേൽ വികസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 50 മൈൽ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അദ്ദേഹം പുതിയ ബാബേൽ പണിത്. ഇപ്പോൾ ഈ ട്രിബുലേഷൻ, അല്ലെങ്കിൽ മഹോപദ്രവകാലം എന്ന് മലയാളത്തിൽ നാം പറഞ്ഞാൽ, ആ ട്രിബുലേഷൻ്റെ അവസാന പകുതിയിൽ ഒരു നിർദ്ദിഷ്ട സമയത്ത്, നമുക്കറിയില്ല, അന്തിക്രിസ്തു തൻ്റെ ആസ്ഥാനം ബാബേലിലേക്ക് മാറ്റാൻ എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ നഗരം ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറും. ഒരു യൂറോപ്യൻ സാമ്രാജ്യം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, അല്ലെങ്കിൽ ഒരു കോൺഫെഡറേഷൻ ഓഫ് ദ 10 നേഷൻസ്, ആ 10 രാജ്യങ്ങൾ എന്ത് ചെയ്യാം? അവരുടെ ക്യാപിറ്റൽ സിറ്റി, അവരുടെ തലസ്ഥാനം എന്ത് ചെയ്യും? അവർ ബാബേലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ എണ്ണ കേന്ദ്രങ്ങളും
അത് അവരുടെ നിയന്ത്രണത്തിലാവും, ഈ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാവും. മിഡിൽ ഈസ്റ്റ് ഈ കേന്ദ്രം നിയന്ത്രണത്തിലാവും. ഈ ഘട്ടത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഇപ്പം ഇത് 2ാം ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ബാബേലിലെ ഈ ആഗോള സാമ്പത്തിക കേന്ദ്രം ദൈവത്തിൻ്റെ വിധിയിൽ പൂർണ്ണമായും നശിക്കും. അപ്പോൾ അർമ്മഗദോൻ യുദ്ധത്തിൽ അതെന്ത് ചെയ്യും? ഈ ബാബേൽ കേന്ദ്രം നശിപ്പിക്കും. യിരെമ്യാ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം നാം ദൈവത്തിൻ്റെ ക്രോധം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 50 ജെരമ്യ 50 ചാപ്റ്റർ 50 13-14 സെയ്സ് ബാബേൽ പൂർണ്ണമായും ശൂന്യമായി തീരും. അതുവഴി കടന്നു പോകുന്ന എല്ലാവരും അതിൻ്റെ അവസ്ഥ കണ്ട് ഭയപ്പെടും. ബാബേലിനോട് ദയവ് കാണിക്കരുത്, നിങ്ങളുടെ എല്ലാ അസ്ത്രങ്ങളും അതിനോട് ഉപയോഗിക്കുകയും. അപ്പോൾ അർമ്മഗദോൻ യുദ്ധത്തിൻ്റെ 2ാം ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാബേലിൽ ഒരു വ്യാപാര കേന്ദ്രം ഉണ്ടാകും. ആ വ്യാപാര കേന്ദ്രം എന്തു ചെയ്യും? തകർക്കപ്പെടും. ഇനി 3ാമത്തെ ഒരു ഫേസ് ഉണ്ട്. അർമ്മഗദോൻ്റെ 3ാമത്തെ ഒരു ഫേസ്, അത് അന്തിക്രിസ്തുവും അവൻ്റെ സേനയും യെരൂശലേം ആക്രമിക്കുന്ന. അപ്പോൾ ഇത്രയും നേരം അവൻ ഈ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ അവൻ തുറക്കുന്നു. 3ാം ഫേസ് അന്തിക്രിസ്തു, ആൻറ്റിക്രൈസ്റ്റ് അല്ലേ, അവരുടെ സേനയും യെരൂശലേമിനെ ആക്രമിക്കുന്നതായി നാം കാണുന്നു. അന്തിക്രിസ്തുവിൻ്റെ തലസ്ഥാനം നശിക്കപ്പെട്ടു, അല്ലെ ബാബേൽ തകർക്കപ്പെടുന്നു 2ാം ഘട്ടത്തിൽ. അപ്പോൾ യഹൂദന്മാരെ നശിപ്പിക്കാനുള്ള അവൻ്റെ ലക്ഷ്യത്തിന് ഒരു മാറ്റവുമില്ല. തലസ്ഥാനം നഷ്ടപ്പെട്ടാലും യഹൂദന്മാരെ എന്ത് ചെയ്യണം? ടാർഗറ്റ് ചെയ്യണം. അതിനാൽ ബാബേലിനെ തകർത്ത ഒരു ശക്തിയുണ്ടല്ലോ, ഒരു പക്ഷെങ്കിൽ അത് ഉത്തര സൈനിക സഖ്യമാകാം, അല്ലെങ്കിൽ നോർത്തേൺ കിങ്സ് ആവാം, അല്ലെങ്കിൽ റഷ്യയുടെ സാന്നിധ്യ സൈന്യമാകാം. അന്തിക്രിസ്തു താൻ കൈവശം വെക്കേണ്ടത് യെരൂശലേമാണെന്ന നിർഭാഗ്യകരമായ തീരുമാനമെടുക്കുകയാണ്. ഇപ്പം നോക്കിക്കോണം, അവരോടല്ല വിരോധം, ഇപ്പം തകർത്തവനോടല്ല വിരോധം, ആ യഹൂദനോടാണ്. അത് ലോകത്തിലെല്ലാവർക്കും ഇത് തന്നെയാണ്, യഹൂദനോടാണ് വിരോധം. അല്ല, ദൈവത്തോടല്ലേ വിരോധം, ദൈവം ഇല്ലെന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ, ദൈവത്തോടാണ് വിരോധം എന്ന നിർഭാഗ്യകരമായ തീരുമാനം അവർ എടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് സക്രിയ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ പറയുന്ന ഭാഗങ്ങളുണ്ട്. പ്രവാചകം ഇങ്ങനെയാണ്: യെരൂശലേമിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് തുടങ്ങി ആ പുസ്തകം താഴോട്ട് വായിച്ചാൽ, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിൻ്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. അപ്പോൾ ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഘട്ടം 3ാം ഫേസിൽ നടക്കുന്നത് എന്താണ്? ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് സക്രിയാപുരം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള പ്രകാരം, അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം, ഈ ആൻറ്റിക്രൈസ്റ്റ് അവൻ്റെ അലൈഡ് ആർമീസുമായി എന്ത് ചെയ്യാം? മാർച്ച് ചെയ്യാം യെരൂശലേമിലേക്ക്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ നിന്റെ കൊള്ള പങ്കുവയ്പ്പാനുള്ള ഒരു ദിവസം വരുന്നു. അപ്പം ഞാൻ സകല ജാതികളെയും യെരൂശലേമിലേക്ക് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ അവർ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. അപ്പം ഇവിടെ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. അപ്പം ഈ സൈന്യം, ഈ റിവൈവ്ഡ് റോമൻ ആർമീസ്, അവരുടെ അലൈഡ് ആർമീസ് ഈ യെരൂശലേമിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നടക്കും. യെരൂശലേമിൽ എന്ത് ചെയ്യും? നഗരം പിടിക്കപ്പെടും, അവർ കൊള്ളയിടപ്പെടും. കാരണം സ്ത്രീകളെയും വഷളാക്കും. അത് തന്നെയല്ല, ഇതിൽ പാതി ജനം അവർ ഓടിപ്പോവും, എക്സൈലാവും, അവർ ഓടിപ്പോവും. അപ്പം ഈ 3ാം ഘട്ടത്തിൽ അപ്പോൾ പാതി ജനം അവർ ഓടിപ്പോകും, ശേഷിപ്പുള്ള ഛേദിക്കപ്പെടുകയും ഇല്ലെന്ന്. അപ്പോൾ ദൈവം ഒരു പ്രത്യേക സംരക്ഷണം അവർക്ക് ഉറപ്പാക്കുകയാണ് ഈ 3ാം ഘട്ടത്തിൽ. ഇപ്പോൾ 4ാം ഘട്ടം നാം വരുമ്പോൾ, അതിനൊരു ഒരു ഫേസ് 4 നാം വരുമ്പോൾ, ഇതെല്ലാം അർമ്മഗദോൻ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളാണ്, നിങ്ങൾ ഓർക്കണം. ഫേസ് 4 വരുമ്പോൾ യെരൂശലേമിൽ നിന്നുള്ള യൂദന്മാരുടെ പലായനം നാം കാണുന്നു. അപ്പോൾ നോക്കിക്കൊള്ളണം, ഇവിടെ പാലായനം അന്തിക്രിസ്തുവും അവൻ്റെ സൈന്യവും യെരൂശലേമിനെ ആക്രമിക്കുമ്പോൾ എല്ലാ യഹൂദന്മാരും നഗരത്തിനുള്ളിലില്ല. ഇപ്പം ട്രിബുലേഷൻ്റെ മധ്യത്തിൽ. അപ്പം ഇതിനൊരു സാധ്യത ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 വർഷത്തെ, എൻ്റെ മുമ്പിലത്തെ വീഡിയോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 7 വർഷത്തെ ഒരു ട്രിബുലേഷൻ പീരീഡ് ഉണ്ട്. ട്രിബുലേഷൻ, ആ സമയത്ത് അന്തിക്രിസ്തുവുമായി യഹൂദൻ ഒരു എഗ്രീമെൻ്റ്, ഒരു കവനൻ്റ് അവൻ ഒപ്പിടുന്നുണ്ട്.
അപ്പൊ അതിൻ്റെ മധ്യഭാഗത്ത്, ആ ട്രിബുലേഷൻ്റെ മധ്യത്തിൽ, ആ 3.5 വർഷം, അതായത് മധ്യഭാഗം 3.5 വർഷം കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്യും? അന്തിക്രിസ്തു അത് ലംഘിക്കും, ആ എഗ്രിമെന്റ് ഇസ്രായേലുമായി ലംഘിക്കും. എന്നിട്ട് താനാണ് ദൈവമെന്ന് പ്രഖ്യാപിക്കുകയും തൻ്റെ പ്രതിമ യെരൂശലേം ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പം ചെയ്യും. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്, ചെയ്യും. അപ്പം ഇതിനെക്കുറിച്ച് ക്രിസ്തു ഒലിവുമല പ്രസംഗത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 31 വരെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ യഹൂദയിലിരിക്കുന്ന മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പം ഈ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റുമായി, ആ റിവൈവ്ഡ് റോമൻ സാമ്രാജ്യമായി, അവർക്കെതിരെ വരുന്ന സൈന്യമായി അവർ ക്രുദ്ധിക്കുമ്പോൾ, അല്ലേ, എൻ്റെ പ്രതിമ ദേവാലയത്തിൽ വയ്ക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ ഒരു വലിയ യുദ്ധത്തിന് സാധ്യതകൾ അവിടെ ഒരുങ്ങിയാണ്. അവർ എന്തു ചെയ്യും? അവർ അപ്പോൾ യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷം, അതായത് 1260 ദിവസം ദൈവം ഒരുക്കിയ ഒരു സ്ഥലത്ത് പല യഹൂദന്മാരും മരുഭൂമിയിലേക്കോ പർവ്വതങ്ങളിലേക്കോ അഭയം തേടും എന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമയം പകുതി അവർ എക്സൈൽ അല്ലെങ്കിൽ അവർ പ്രവാസത്തിലേക്ക് പോകും. ഈ സ്ഥലത്തിന്, അവർ പോകുന്ന സ്ഥലത്തിന് ബൈബിൾ പേര് പറയുന്ന സ്ഥലമുണ്ട്, അതിന് ബൊസ്ര എന്നാണ് പറയുന്നത്. ബൊസ്ര അല്ലെങ്കിൽ പെട്ര എന്നും ആ സ്ഥലത്തിന് പറയും. ഇത് യെരൂശലേമിൽ നിന്ന് ഏകദേശം 80 മൈൽ തെക്കോട്ട് കിടക്കുന്ന ഒരു മലമ്പ്രദേശമാണ്, പാറകൾ കൊണ്ട് നിറഞ്ഞ. അതാണ് പെട്ര എന്ന വാക്ക് വന്നത്. ബൊസ്ര പെട്ര എന്ന പ്രദേശത്ത് അവർ എന്തു ചെയ്യും? അവർ ഓടി ഒളിക്കും എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാലായനം, അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ൽ അത് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പാലായനം അതാണ് നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിച്ചാൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇത് ദൈവസഭയെക്കുറിച്ചൊന്നും പറയുന്നല്ല. ചിലർ ഇതിനെ റോങ് ഇൻ്റർപ്രട്ടേഷനൊക്കെ കൊടുത്ത് ദൈവസഭയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ദൈവസഭയെക്കുറിച്ച് പറയുന്നില്ല, ഇത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ദൈവസഭ ആ സമയത്തൊന്നും അവിടെ ഇല്ല. അവർ മേഘങ്ങളിൽ എടുക്കപ്പെടും. പലരും അങ്ങനെ ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ തെറ്റായി അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇന്ന് പറയുവാൻ എനിക്ക് സമയമില്ല. അപ്പം വെളിപ്പാട് പുസ്തകം 12-ന്റെ 6-ൽ വിവരിക്കുന്ന പോലെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ. അവർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം, അതായത് 3.5 വർഷം പോറ്റേണ്ട ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലം അവൾക്കുണ്ട്. അപ്പോൾ 14-ാം വാക്യം, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഇപ്പം കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്തിൽ, ഒരു സെക്യൂർ ആയൊരു പ്ലേസിൽ, അതായത് ബോസ്ര എന്ന സ്ഥലത്ത് തൻ്റെ ജനത്തെ ഒളിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ കണ്ടത്. അപ്പം ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ നാം നടക്കാൻ പോകുന്നത് എന്തുവാണ്? ഈ 4-ാം ഘട്ടത്തിൽ അന്തിക്രിസ്തു യെരൂശലേമിൽ ഭീകരാക്രമണം നടത്തുമ്പോൾ യഹൂദന്മാരുടെ ഒരു ശേഷിപ്പ്, ഒരു റെമനൻ്റ് എന്ത് ചെയ്യും? രക്ഷപ്പെട്ട് ബൊസ്രയിൽ പ്രവാസത്തിലായിരിക്കും. അപ്പോൾ ദൈവം ഒരുക്കിയ ഒരു സുരക്ഷാ സ്ഥലത്ത് അവർ ഒളിച്ചിരിക്കും, അല്ലേ? അവിടെ 3.5 വർഷം, ആ ട്രിബുലേഷൻ്റെ കാലത്തിൻ്റെ അവസാനം വരെയും ദൈവം അവരെ പരിപാലിക്കും എന്നാണ് നാം കാണുന്നത്. അപ്പോൾ അർമ്മഗദോൻ യുദ്ധത്തിൻ്റെ 4-ാം ഘട്ടത്തിൽ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ദൃശ്യമായ തെളിവാണ് നാം ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇവന് അർമ്മഗദോൻ യുദ്ധത്തിൻ്റെ 5-ാം ഘട്ടം എന്താണ്?